വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നത്. അതായത് ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു മനുഷ്യൻ്റെ സൗഖ്യത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത് ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്ന പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിലേക്ക് 9 മണിയുടെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് അവർ നടന്നു പോകുമ്പോൾ ആ ദേവാലയത്തിനടുത്തായിട്ട് ഒരു മനുഷ്യനെ ഏതാനും ചിലർ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നവരിൽ നിന്നും ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ, ഒരു മുടന്തനായ ഒരാളെ, അയാൾ മുടന്തനെന്നല്ല, അയാൾക്ക് നടക്കാനേ പറ്റില്ല, അയാളെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് ഇരുത്തുക പതിവായിരുന്നു. സുന്ദരം എന്നാണ് ആ ഗോപുരത്തിൻ്റെ പേര്. അത്ര സുന്ദരമായിരിക്കുന്ന ഗോപുരത്തിൻ്റെ അടുത്ത് സുന്ദരമല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ മനുഷ്യൻ അവരെ നോക്കി ഭിക്ഷ ചോദിക്കുന്നു. എന്നാൽ അവിടെ നിന്നിട്ട് രണ്ടുപേരും അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ്. ആ ഭിക്ഷക്കാരൻ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ധാരണയിൽ അവരെ നോക്കുകയാണ്, അങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ പത്രോസ് ഭിക്ഷക്കാരനോട് പറയുന്നത്, എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല, എൻ്റെ കയ്യിലുള്ളതും നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അയാൾ എണീക്കുന്നു. കാലിൻ്റെ നെരിയാണി എല്ലാം ഉറച്ച് അയാൾ കുതിച്ച് ചാടി, അത്രയും തുള്ളിച്ചാടി അവരുടെ കൂടെ ദേവാലയത്തിലേക്ക് കടന്നുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പൊന്നും വെള്ളിയും എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കോയിൻസും ജെറുസലേമിൻ്റെ ആരാധനയ്ക്കുള്ള കോയിൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് രണ്ടും രണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ പൊന്നിൻ്റെ നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ അന്ന് കറൻസിയിലുണ്ടായിരുന്നു. ആ സർക്കുലേഷനിലുള്ള കാലമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അതൊന്നുമില്ല, അവരുടെ അടുത്ത് ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തിയ ഒരു സംഭവമാണിത്. ഇവരുടെ കൂടെ നിന്നിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോൾ ജനമെല്ലാം വളരെയധികം ആശ്ചര്യപ്പെട്ട് പരിഭ്രാന്തരായ മാതിരിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവനെ സുന്ദരമെന്ന് പറയുന്ന ഗോപുരത്തിൻ്റെ അടുത്തിരുന്ന ഭിക്ഷക്കാരനല്ലേ, ഇവനെങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ അവരത്ര ആശ്ചര്യപ്പെടാൻ കാരണം ആ മനുഷ്യൻ 40 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് മെഡിക്കൽ സയൻസിന് പോലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് നിമിഷ നേരം കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിൽ കൂടി സൗഖ്യം കൊടുത്ത് ആ മനുഷ്യൻ സമൂഹത്തിന് മുഴുവൻ സാക്ഷിയായി നിന്നത്. ഈ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളുടെ സഭയിലും മറ്റുള്ള സഭകളിലൊക്കെ ഇതിനെ സ്വർണ്ണ വെള്ളിയാഴ്ച, അതോ ഗോൾഡൻ ഫ്രൈഡേ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത്രമാത്രം എനിക്ക് തോന്നുന്നത് ശിഷ്യന്മാർ ആദ്യമായിട്ട് ചെയ്ത, പത്രോസിൽ കൂടി ആദ്യമായിട്ട് നടന്ന ഒരു അതിശയമായ മിറാക്കിളാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. പിന്നെ അതിനെ ചൊല്ലി പലവിധമായ ചോദ്യങ്ങളും ശിക്ഷകളും ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് ഒരു നന്മ ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട ഗതികേടാണ് അന്ന് പത്രോസിന് വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു. എത്രയോ ജനങ്ങളെ കർത്താവിൻ്റെ സഭയിലേക്ക് ചേർക്കുവാൻ സാധിച്ചു. അവർ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ അത് ദൈവം കൊടുത്ത ആ ഒരു അറിവിലും വിശ്വാസത്തിലും അവരുടെ ദൃഢനിശ്ചയത്തിൽ അവർ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുന്ന അനേകം അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്, അത്ഭുതം നടത്തുന്നവരുണ്ട്, എല്ലാം ഉണ്ട്.
എന്നാൽ അത് എത്ര പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ കർത്താവ് പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് പ്രവൃത്തി കാണുന്നു. ആ 40 വയസ്സ് കഴിഞ്ഞ ആ ഭിക്ഷക്കാരനെ കുറിച്ചും അതെങ്ങനെയാണ് സംഭവിച്ചെന്നൊക്കെ ജനങ്ങളോട് പത്രോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, ആ വിശ്വാസം അതിൽ ഉറച്ചുകൊണ്ടാണ് ആ സൗഖ്യം വന്നതെന്നുള്ളത്. ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മളിൽ ഓരോരുത്തരിലും അങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളിലും നമുക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ചുറ്റുപാടും കാണുമ്പോൾ പലവിധമായ ദുഃഖകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ ഗുജറാത്തിലുണ്ടായ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തെ ഓർക്കുമ്പോൾ അതിൽ അപകടത്തിൽ മരിച്ചവരായ അനേകർ, പ്ലെയിനുള്ളിലുണ്ടായിരുന്നല്ലോ ഒരു മനുഷ്യൻ മാത്രമാണല്ലോ രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും 241 പേരും മരണമടയുകയാണ് ഉണ്ടായത്. അതുകൂടാതെ അവിടെയുള്ള ദേശവാസികൾ, സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ്, അങ്ങനെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഇനി ഫൈനലൈസ് ആയിട്ടില്ല. ആ ദുരന്തത്തിൽ എൻ്റെ കണ്ടോലൻസ് അറിയിക്കുകയാണ്. ആ കുടുംബങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ഒരു മലയാളി കുടുംബവും ആ ദുഃഖം അനുഭവിക്കുന്നു. ഒരു മാതാവ് തൻ്റെ ജോലിയിലേക്ക് പോകുവാനായിട്ട് പുറപ്പെട്ടതാണെന്നാൽ എവിടെ എത്താതെ ആ മകളും മരണത്തിന് അടിമപ്പെട്ടു നമ്മൾ കേൾക്കുവാനിടയായി, വായിക്കുവാനിടയായി. എന്തായാലും ആ കുടുംബങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം സമാധാനം നൽകട്ടെ. നമ്മുടെ ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും ദൈവം സമാധാനം തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു അപകടങ്ങളും ഉണ്ടാകാതെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക പ്ലീസ്. ബൈ.